നീ ആ കിരണും ദുർഗയും ചെയ്യുന്ന ഒരു തെറ്റെങ്കിലും തെളിവോടെ സത്യസന്ധമായിട്ട് നീ എന്റെ മുന്നിൽ കൊണ്ടുവാ. അന്ന് ഈ പൂർണിമയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും. അവനെ തല്ലിക്കഴിഞ്ഞപ്പോ തൊട്ട് ഒരു സമാധാനവും ഇല്ല. മനസ്സിനകത്തൊരു നീറ്റല് പോലെ. ഈ നിസ്സാര കാര്യത്തിന് ഇത്രയും വിഷമിക്കുന്ന പൂർണിമ ചേച്ചി പൃഥ്വി ശരിക്കും ആരാണെന്നറിഞ്ഞ എത്രമാത്രം സങ്കടപ്പെടും. ആ വിഷമം ചേച്ചി എങ്ങനെ സഹിക്കും? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ആരാണെന്ന് പോലും അറിയാത്ത ഒരു അനാഥ പയ്യന് വേണ്ടി പൂർണ്ണിമ എന്തിനാ എന്റെ മോനെ കൈനീട്ടി അടിച്ചത്? ആ കിരണും ദുർഗ എന്ത് ചെയ്താലും പൂർണിമേച്ചി ഒന്നോ രണ്ടോ വഴക്ക് പറഞ്ഞങ്ങ് നിർത്തും. എന്നാ അതേ കാര്യം ഞാനോ എന്റെ ഭർത്താവോ ചെയ്താ ഞങ്ങളെ കൈ നീട്ടി അടിക്കുകയും ചെയ്യും. അച്ഛാ, എനിക്കൊരു സംശയം. ഈ ഇന്ദ്രപ്രസ്ഥം വീടിന്റെ യഥാർത്ഥ അവകാശി പൃഥ്വിയോ അതോ ആ കിരണോ? ഈ വീടിന് ഞാനാണോ അതോ ദുർഗയാണോ മരുമകള്? എന്തൊക്കെയായാലും ഈ കാണിച്ചത് മോശമായി പോയി. എല്ലാത്തിനും സർവാധികാരി അവളാണെന്നുള്ള ജാടയിലല്ലേ ഇതൊക്കെ കാണിച്ചത്? ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാനും മാത്രം ഞങ്ങൾ എന്താ ചെയ്തത്? അതെ, കിരണും ദുർഗ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതാ ഇങ്ങനെ ഒരു നാടകം കളിച്ച് അവർ പുറത്താക്കാൻ നോക്കിയത്. അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന ഒരു പുരുഷനെ ഭാര്യയ്ക്ക് മുന്നിൽ അടിച്ചത് ശരിയാണോ? അതെ, എന്റെ മുന്നിൽ എന്റെ ഭർത്താവിനെ തല്ലി ഞാൻ സഹിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത്. പൃഥ്വി, ഓ വിഷമിക്കാതെ. പൂർണിമ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു. അതിന്റെ കാരണം കൂടി നീ ഒന്ന് ഓർത്തു നോക്കിയേ. നീ ചെയ്തതിലും തെറ്റില്ലേ? ഓ, നിങ്ങൾ ഇപ്പോഴും പൂർണിമയെ ന്യായീകരിക്കുവാണോ? പിന്നെ ഞാൻ എന്താ വേണ്ടേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന്റെ പേര് ഈ കുടുംബം അടിച്ചു പിരിയണോ? ചേച്ചി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ചേച്ചിയെ ഉപദേശിക്കാനുള്ള പ്രായോ പക്വതയോ എനിക്കില്ല. എങ്കിലും പറയുക, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഇങ്ങനെ തളർന്നു പോവാതെ ഫേസ് ചെയ്യണം. ഒരു കാര്യത്തിന്റെ പേരിലും നമ്മുടെ മനസ്സ് തളർന്നു പോകാൻ അനുവദിക്കരുത്. എപ്പോഴും ധൈര്യമായിട്ടിരിക്കണം. ഞാനും കിരണും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ചേച്ചി ഇത്രയും സ്നേഹിക്കുന്ന കുടുംബത്തെ പോലും എതിർത്ത് സംസാരിക്കേണ്ടി വന്നത് ഞങ്ങള് കാരണമല്ലേ? നിങ്ങൾക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ചേച്ചിയെ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ചേച്ചി ഒരു കാര്യം ഓർക്കണം. ഇന്ന് പൃഥ്വിയെ അടിച്ചപ്പോ പൃഥ്വിയുടെ അമ്മയും മറ്റുള്ളവരും ഇത്രമാത്രം വിഷമിച്ചു. പൃഥ്വിക്ക് എന്തെങ്കിലും ചെറിയ അപകടം പറ്റിയ പോലും നിങ്ങൾ എല്ലാവരും ഒരുപാട് സങ്കടപ്പെടുന്നില്ലേ? പക്ഷെ കിരണോ? കിരണിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കിരൺ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനും നല്ലത് ചെയ്താൽ അഭിനന്ദിക്കാനും ആരുമില്ല. കിരൺ ആഗ്രഹിക്കുന്നത് കിരണിന് ഒരിക്കലും കിട്ടാതെ പോയ എല്ലാവരുടെയും സ്നേഹം മാത്രം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കിരണിന്റെ ആ ബലഹീനതയാ പൃഥ്വിയും മറ്റുള്ളവരും ഞങ്ങളെ തകർക്കാൻ ആയുധമാക്കിയത്. ഇത്രയും വർഷം ആരും ഇല്ലാതിരുന്ന ഒരാൾക്ക് സ്വന്തം അച്ഛനെയും വീട്ടുകാരെയും കണ്ടെത്തിയിട്ട് അവര് തനിക്ക് അന്യരാണെന്ന് കരുതി എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? എനിക്ക് എന്റെ കുടുംബം മതി. നിങ്ങളുടെ ഒന്നും ഒരു തരി സ്വത്തും എനിക്ക് വേണ്ട. എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും മാത്രം മതി എനിക്ക്. അതിനാ ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ഓർത്തിട്ടില്ല. അതൊക്കെ പോട്ടെ ചേച്ചി. പൃഥ്വിയോട് സംസാരിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കേ. പൃഥ്വി പിണങ്ങിയിരുന്ന അത് ചേച്ചിക്ക് സഹിക്കാനാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതെ ചേച്ചി, ചേച്ചിയല്ലേ, പോയി സംസാരിക്കാം. ചെറിയച്ച, എന്താ മോളെ? ചെറിയച്ച, എനിക്ക് പൃഥ്വിയോടൊന്ന് തനിച്ച് സംസാരിക്കണം. ചന്ദ്രമതി,
അക്ഷയെ വിളിച്ച് അകത്തേക്ക് പോ, അവർ സംസാരിക്കട്ടെ. എന്താ പൃഥ്വി, നിനക്കെന്നോട് ദേഷ്യമാണോ? നീ എനിക്ക് അന്യനല്ലല്ലോ മോനെ. എനിക്ക് നീയും ധ്വനിമോളെ പോലെ തന്നെയല്ലേ. ഓ, തെറ്റ് ചെയ്ത അമ്മമാര് മക്കളെ ശിക്ഷിക്കില്ലേ? അങ്ങനെ കരുതിയാ മതി. സ്വന്തം മക്കളോടുള്ള സ്വാതന്ത്ര്യം പുറത്താരോട് കാണിക്കാൻ പറ്റില്ലല്ലോ. ആ സ്വാതന്ത്ര്യത്തിലാ ഞാൻ നിന്നെ തല്ലിയത്. നിന്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു തെറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതാ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയത്. അടി കൊണ്ടത് നിനക്കാണെങ്കിലും വേദനിച്ചത് എനിക്ക് തന്നെയായിരുന്നു പൃഥ്വി. നീ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുത്ത അവകാശിയാവാനുള്ള ആളാ. നമ്മുടെ കുടുംബത്തിലെ ഒരാൾ സത്യത്തിന് നീതിക്ക് ഒപ്പമാ നിൽക്കേണ്ടത്. ഒരിക്കലും മറ്റൊരാളെ ചതിക്കുന്നതോ വഞ്ചിക്കുന്നതോ ആയ നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അങ്ങനെയല്ല പൃഥ്വി ഞാൻ നിന്നെ വളർത്തിയത്. അതെല്ലാം മറന്ന് നീ ഇത്തരം തെറ്റുകൾ ചെയ്ത അതൊക്കെ വളർത്തുദോഷാണെന്നല്ലേ മറ്റുള്ളവർ പറയൂ. ഇനി ഞാൻ ചെയ്തത് നിനക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ചേച്ചി ഇങ്ങനൊന്നും പറയരുത്. എന്നെ തല്ലാനോ കൊല്ലാനോ എന്ത് ചെയ്യാനും ചേച്ചിക്ക് അധികാരമുണ്ട്. ചേച്ചി എന്നെ അടിച്ചതിൽ എനിക്കൊരു സങ്കടവുമില്ല. പക്ഷേ ആ കിരണിന്റെയും ദുർഗയുടെ മുന്നിൽ വെച്ച് ചേച്ചി അങ്ങനെ ചെയ്തതാ എനിക്ക് സഹിക്കാൻ പറ്റാതായി പോയത്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല പൃഥ്വി. അപ്പൊ വന്ന ദേഷ്യത്തിന് അറിയാതെ സംഭവിച്ചതാ. നീ ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് കേട്ടപ്പോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പൃഥ്വി. നീ ആ കിരണും ദുർഗയും ചെയ്യുന്ന ഒരു തെറ്റെങ്കിലും തെളിവോടെ സത്യസന്ധമായിട്ട് നീ എന്റെ മുന്നിൽ കൊണ്ടുവാ. അന്ന് ഈ പൂർണിമയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും. അല്ലാതെ നീ ഇങ്ങനൊന്നും ചെയ്യുന്ന ഒട്ടും ശരിയല്ല പൃഥ്വി. അത് നിനക്കും എനിക്കും നമ്മുടെ ഈ കുടുംബത്തിനും ചേർന്നതല്ല. സോറി ചേച്ചി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇത്തവണത്തേക്ക് ചേച്ചി എന്നോട് ക്ഷമിക്കാം. വാ എഴുന്നേക്ക. ഇതാ എന്റെ പൃഥ്വി. നീ വിഷമിക്കാതെ സന്തോഷമായിട്ടിരിക്കണം. ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ.